ഒരു ചോദ്യം. നമ്മുടെ ഈശോയുടെ ജീവിതകാലത്തിൽ ഈശോയുടെ ശിഷ്യന്മാരായിരുന്നു ഈശോയുടെ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. 12 പേരെയും അത്രയധികം ഈശോ സ്നേഹിച്ചിരുന്നു. ഈ 12 ശിഷ്യന്മാരിൽ മിസ്സിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ മിസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ശിഷ്യൻ ആരാണ്? ഒരുപാട് ശിഷ്യരുള്ള ഒരു അധ്യാപികയാണ്. അപ്പോൾ ഈ ചോദ്യം കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇഷ്ടമുള്ളൊരു ശിഷ്യൻ ആരാണ്? ടീച്ചറുടെ ചോദ്യത്തിന് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുവാണ്. ശിഷ്യന്മാരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും എന്താ പറയുന്നത്, എനിക്ക് പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത് പത്രോസിനെയാണ്. അത് ശിഷ്യരിൽ പ്രധാനിയായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഉണ്ടല്ലോ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആവേശത്തോടെ എന്തിലും ചാടിയിറങ്ങും. പടയാളികൾ ഒരുവൻ്റെ ചെവി ഛേദിച്ച് കളയുന്നു, പിന്നെന്താണ് എല്ലാത്തിനും മുൻപോട്ട് ചാടി ഇറങ്ങുന്നുണ്ട് അദ്ദേഹം. നമ്മുടെ കോഴി കൂവുന്നതിന് മുമ്പ് പത്രോസെ, ആ സമയത്ത് കർത്താവ് തിരിഞ്ഞു നോക്കുമ്പോഴുള്ള പത്രോസിൻ്റെ മനോവേദന ഉണ്ടല്ലോ, അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകത്തില്ല ആ ഭാഗം വായിക്കുമ്പോഴൊക്കെ. അതായത് ആവേശം കൊണ്ടാണ് എല്ലാത്തിനും ചാടി ഇറങ്ങുന്നത്, ഈശോയോടുള്ള സ്നേഹം കൊണ്ടും. പക്ഷെ പിന്നീട് അടുത്ത നിമിഷം അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും വീണ്ടും കൂടുതൽ ഈശോയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ശിഷ്യൻ. അതുകൊണ്ട് തന്നെ എനിക്ക് പത്രോസാണ് പ്രിയപ്പെട്ടത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ പാവത്തിൽ അകപ്പെട്ടാലും പിന്നീട് ഈശോയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ശിഷ്യൻ. മിസ്, ഈ ഒരു നോമ്പ് കാലത്ത് നമ്മുടെ മാക് ടിവിയുടെ പ്രേക്ഷകരോട് മിസ്സിന് എന്താണ് പറയാനുള്ളത്? നോമ്പ് കാലത്ത് എനിക്ക് മാക് ടിവിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ നോമ്പ് കഴിയുമ്പോൾ ഒരു പടി കൂടിയെങ്കിലും എല്ലാ കാര്യത്തിലും ഒന്ന് മുൻപോട്ട് വരാൻ സാധിച്ചാൽ മതി. മറ്റുള്ളവരോടുള്ള ഇടപെടലിൽ, അല്ലെങ്കിൽ നമുക്കൊരു ദേഷ്യം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുന്നതിൽ, മറ്റുള്ളവർക്ക് വേണ്ടി അല്പം കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ ഒക്കെ എല്ലാ കാര്യത്തിലും ഓരോ പടി കൂടെ മുൻപോട്ട് വരാൻ സാധിച്ചാൽ നമ്മുടെ നോമ്പ് അർത്ഥവത്താകും. നമ്മൾ എത്രയേറെ ഉപവാസം അല്ല എത്രയേറെ ഒരു നേരം എന്നതിലല്ല, നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ മെച്ചപ്പെടുത്തുക. അതാണ് നോമ്പിൻ്റെ ഒരു ചൈതന്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.